മലപ്പുറം കാക്കഞ്ചേരിയിൽ ആംബുലൻസ് ഗതാഗത കുരുക്കിൽപ്പെട്ട 2 രോഗികളുടെ ജീവൻ പൊലിഞ്ഞു. ശനിയാഴ്ച രാത്രിയാണ് നിർമ്മാണത്തിലിരിക്കുന്ന 6 പാതയിൽ ആംബുലൻസ് കുടുങ്ങിയത്. എടരിക്കോട് സ്വദേശി സുലേഖയും വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാറുമാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ഷജിൽ കുമാറുമായി ആംബുലൻസ് ബ്ലോക്കിൽ കിടന്നത് 20 മിനിറ്റോളം നേരമാണ്. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ഒരു ഗതാഗത കുരുക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ അത്രയധികം വിഷമം നമുക്കുണ്ടാകുന്ന ഒരു വാർത്തയാണ്. എങ്ങനെയാണ് ആംബുലൻസ് ബ്ലോക്കിൽ പെടുന്നത്? ആംബുലൻസ് കടത്തിവിടുക എന്നത് ഒരു പ്രാഥമിക മര്യാദയല്ലേ മുബഷീർ? സുജയപർവതി, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാക്കഞ്ചേരി ഭാഗത്ത് വെച്ചാണ് അതിവേഗത്തിൽ വന്നിരുന്ന ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് 2 രോഗികളുടെ ജീവൻ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഷിജിലും അതുപോലെ തന്നെ മലപ്പുറം എടരിക്കോട് സ്വദേശിയായിട്ടുള്ള 54 വയസ്സുള്ള സുലൈഖ എന്നീ രോഗികൾക്കാണ് ഈ വിധത്തിലുള്ള ആശുപത്രിക്ക് കൃത്യസമയത്ത് എത്താതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത്. നിർഭാഗ്യവശാൽ അതുണ്ടായി എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നത്. അതായത് 6 വരി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി ഒരു മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ആ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ ഈ വിധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിൽ നിന്നും സുലൈഖയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്ക് വരുന്നതിനിടയിലാണ് ആദ്യഘട്ടത്തിൽ സുലൈഖയെ കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ് കാക്കഞ്ചേരി ഭാഗത്ത് വെച്ച് കുടുങ്ങുന്നത്. തൊട്ടു പിന്നിലും തൊട്ടു പിറകിലുമായിട്ട് നിരവധി വാഹനങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്നു. വാഹനം അനക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ട ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവേഴ്സും നാട്ടുകാരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ഒരു ആംബുലൻസുകളെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും മിനിറ്റുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ഈ 2 ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. രണ്ടാമത്തെ കേസ് ചേളാരിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഷിജിലുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതും ഈ വിധത്തിൽ കാക്കഞ്ചേരി ഭാഗത്ത് വെച്ച് തന്നെ ഗതാഗത കുരുക്കിൽ കുടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വാഹനം അങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മേഖല ഒഴിവാക്കിക്കൊണ്ട് മറ്റു മേഖലകളിലൂടെ ഈ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാമായിരുന്നു എന്നൊരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ആംബുലൻസ് ഡ്രൈവേഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ അപാകതയും ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്ന ഇത്തരം അറിയിപ്പുകളൊന്നും തന്നെ അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ട ആംബുലൻസുകൾക്ക് പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ കോഴിക്കോട് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇരകളായി ഈ 2 വ്യക്തികൾ മാറി എന്നുള്ളതാണ്. എന്തായാലും ദാരുണമായ സംഭവം കഴിഞ്ഞ ശനിയാഴ്ച വിവരങ്ങൾ നൽകിയത്. 20 മിനിറ്റാണ് ഗതാഗത കുരുക്കിൽ അവർക്ക് പെടേണ്ടി വന്നത്. നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. എങ്കിൽ പോലും ഒരു ആംബുലൻസ്, അതും രോഗികളുമായി, ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കുക എന്നത് കൃത്യമായി നടക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ആ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ 2 ജീവനുകൾ പൊലിയുന്നതിന് 20 മിനിറ്റ് 6 വരി പാതയിൽ കിടന്നത് മൂലം ഉണ്ടായിരിക്കുകയാണ്.